മഴയൊക്കെ കണ്ടോ, മഴയൊക്കെ കുറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉമ്മർത്തുള്ള ചപ്പുകളൊക്കെ കത്തിക്കാറുണ്ടേ. ഒരാഴ്ചയായിട്ടോ കത്തിച്ചിട്ട്. നോക്കിയൊക്കെ ചപ്പ എത്ര വെച്ചിട്ട്. മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കത്തിച്ചിട്ട് കാര്യമില്ലല്ലോ, അവിടെ നനഞ്ഞ് കിടക്കുള്ളൂ. രാവിലെ അടിച്ചൂരി കത്തിക്കാനുള്ള സമയം കിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ വൈകുന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേലേ കാണിക്കാറുള്ളൂ. ഇന്ന് വൈകുന്നേരത്ത് രാത്രി കിടക്കണ വരെയുള്ള നമ്മുടെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കൾ സ്കൂളിൽ നിന്ന് വന്നോട്ടോ. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്തു. ഇനി അടുത്ത പണി മിറ്റടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചോറിനൊക്കെ വെള്ളം അടുപ്പത്ത് വയ്ക്കുക. ഇപ്പോൾ പാമ്പുകളുടെയൊക്കെ കാലമല്ലേ, അപ്പോൾ ചപ്പരയിലൊക്കെ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ അറിയും കൂടി ഇല്ല കേട്ടോ. അപ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖമല്ലേ. തീപ്പെട്ടി കത്തിക്കിട്ടാനാണ് കേട്ടോ പണി. ഒക്കെ കുറേയൊക്കെ നനവ് കിടന്നിട്ടേ മഴക്ക് വണ്ടി. ഇനിയാണ് പറഞ്ഞാൽ ഇല വീണിട്ടില്ലേ, എന്തായിരിക്കും എന്നറിയോ. നോണ്ടിക്കളിച്ച് വരും. അതിന് വരണ്ടേട്ടാ. ഓ എന്തമ്മാ പുല്ല് പറിക്കുകയാണ് ഉമ്മർത്തെ. ആ പുല്ല് പറിക്കടാ ഉണ്ണി. ഇനി നാളത്തെ പണി എന്താണെന്നറിയോ, ഇവിടുത്തെ ഇവിടെ മൊത്തം വെട്ടണം കേട്ടോ. ഇവിടെ വെട്ടുക പറഞ്ഞാൽ മടാൾ മോശമല്ല, അല്ലെങ്കിൽ ഈ ഭാഗം മൊത്തം വെട്ടിയിട്ട് വൃത്തിയാക്കിയിടണം. എന്തമ്മാ അതെന്താ ചെയ്തെന്നോ? അത് തീ കത്തിച്ചതാണേ. കുട്ടി കാണില്ലേ തീ കത്തണത്? ആരിവിടെ തേങ്ങ കൊണ്ടുവന്നിട്ട്? ഇതാരവിടെ തേങ്ങ കൊണ്ടുവന്നിട്ട് പൊന്നാ? ആരെ കൊണ്ടുവന്നിട്ട്? ഏട്ടേ? ഓ തലയിലൊക്കെ കൈ വയ്ക്കുന്നു ദൈവേ. കത്തട്ടെ കേട്ടാ. കഴിഞ്ഞോ? നമുക്കേ ഇതിനിങ്ങനെ കടന്ന് കത്തട്ടെ. പൊന്നൂസിന് ഒരാളോട് നോക്കാൻ പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. അച്ചുട്ടിയേ അപ്പുറത്തും ഉണ്ട് മുത്തേ. ആരുമില്ല. പൊന്നൂസ് എവിടെ? പൊന്നൂ കുറച്ച് വഴുകിയിട്ട് ചോറ് വരുന്ന അരി അടുപ്പത്തിടാ വിചാരിച്ചിട്ടേ നേർത്തിട്ടിട്ട് എന്താ കഴിക്കുമ്പോഴേക്കും 10 മണിയാവും. എനിക്ക് ഇന്ന് ചോറ് വേണ്ട സുകന്യ. ഇന്ന് ബിരിയാണി മതി, വെള്ള ബിരിയാണി വാങ്ങി. അല്ലേ നമ്മളേ രാവിലെ അടിച്ചാലും വൈകുന്നേരം അടിച്ചാലും ഇരട്ടി ഉണ്ടാവും കേട്ടോ. ആ പ്ലാസ്റ്റിക് ചെഞ്ചിൽ കൊണ്ടുവരണോ എത്ര ആയിരിക്കും പറഞ്ഞിട്ടാ. രാവിലെ അടിച്ചു കഴിഞ്ഞാൽ വിചാരിക്കും ഓ രാവിലെ എത്ര ഉണ്ടാവില്ല. രാവിലെ അങ്ങോട്ട് കുപ്പ വീണിട്ട് എത്ര ദിവസമായാണോ വീട് മിറ്റടിച്ചിട്ട് തോന്നും. പൊന്നുശേ എവിടേക്ക് ഓടുന്നു? അതാ ഓടണ്ട അങ്ങോട്ട് വാ പൊന്നാരി.
രാവിലേക്കുള്ള വിറകെടുത്തേക്കട്ടടി. പൊട്ടി നല്ലോണം ഇങ്ങിട്ടെ. പൊന്നാരി പൊന്നാരിയേ, ഓ എന്തമ്മാ അവിടെ വെച്ചോ, അവിടെ വെക്കി. ബാബേ ഇതാ വരുന്നു കേട്ടോ. ഓ ഇവിടെയാണ് കേട്ടോ ഇടുന്നത്. ഈ പിള്ളത്തിൻ്റെ എന്താ ഇടുന്നതെന്ന് അറിയോ? അവിടെ ഇടുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര ഉറുമ്പായിരിക്കും. അപ്പോൾ ഉറുമ്പായിട്ട് കത്തിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് അമ്മ കത്തിക്കട്ടെ വിറക് അവിടെ കുറച്ച് തെങ്ങിൻ്റെ വിറക് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. നോക്കി നോക്കട്ടെ. പൊന്നൂസേ സുകന്യ അവളുടെ തുണി തിരുമ്പാൻ പറ്റിയില്ല കേട്ടോ. അപ്പം 2-3 ഉണ്ട്. അത് തിരുമ്പ് ഇതാണ്ടോ പട്ടകൾ കിടക്കുന്നുണ്ടോ. നാളത്തെ പച്ചപ്പട്ട ഒക്കെ ഉണങ്ങിയതായിട്ടോ. വെട്ടിയിട്ടേ മടാൾ മുറിച്ച് കൂട്ടിയിട്ടേലോ. വെട്ടിയിട്ട് ഇനി ഇത് 2 ചൂലുണ്ടാക്കണം. കണ്ടോ ഒക്കെ അങ്ങോട്ട് പോയിക്കണ. കണ്ടോ ആ വള്ളിച്ചീര നിൽക്കണുണ്ടോ. നാളെ ഞാൻ കുറേ പറിച്ചു കിട്ടോ. പിന്നെ അത് ഇഷ്ടം പോലെ അമച്ച് വന്നിട്ടുണ്ട്. കണ്ടോ നിറച്ചമച്ച് വന്നിട്ടുണ്ട്. നല്ല ഉണ്ട് കേട്ടോ. 2 കൂട്ടർക്ക് നല്ല ഉപ്പേരിയൊക്കെ ഉള്ളതുണ്ട്. അതവിടെ പൊന്നു ബായോ. ഇല്ലെങ്കിൽ ഈ അമ്മേനൊന്നും ചെയ്യാക്കില്ല. ഓടി വാ, അമ്മേനൊന്നും ചെയ്യാക്കില്ലാന്ന് നോക്ക്. ഫോണാണേ, നിന്നെ വീഡിയോ എടുക്കുകയാണേ. കണ്ടോ നോക്ക്, പോയി പേടിച്ചു. എനിക്ക് വീഡിയോ വേണ്ട, ഒന്നും വേണ്ട, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തേ പറഞ്ഞിട്ടോ പൂച്ച. എത്ര ഇതിക്ക് നോക്കിയാലല്ലേ നമ്മുടെ വീട്ടിലേക്ക് നോക്കിയാൽ നമുക്ക് എങ്ങനെ പറയുക, അങ്ങോട്ട് പോകുമ്പോഴും കുറച്ച് നേരം നിൽക്കും കേട്ടോ, അങ്ങോട്ട് വരുമ്പോഴും കുറച്ച് നേരം ഇവിടെ നിൽക്കും. നമ്മുടെ കണ്ടോ. ഇനി ഇവിടേക്ക് ഒന്ന് നമുക്കിതിൻ്റെ കെട്ടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി ഇടാനേ പറ്റുള്ളൂ, അല്ലാണ്ട് ഒന്നും പറ്റില്ല കേട്ടോ. പണിയൊക്കെ കല്ലാണ് വെച്ചാൽ കിട്ടിയിട്ടുമില്ല. കല്ല് കിട്ടാത്തത് കൊണ്ട് പണി നിർത്തി വെച്ചൊക്കെയാണ്. എന്തമ്മാ ആണോ? പട്ട എടുക്കട്ടെ അമ്മേ, കുറച്ച് പട്ട എടുക്കട്ടെ രാവിലേക്കേ. കല്ലെടുത്തെറി ഇപ്പോൾ ഇവനുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ. ആരുടെ കാലാണ് അവൻ കല്ലെടുത്തെറിഞ്ഞ് ചതക്കുക. അത് അവനെക്കാട്ടിലും പൊന്താത്ത കല്ലെടുത്തിട്ടാണ് നടക്കുന്നത്. കാക്ക അതാ കാക്ക കാക്കേ കല്ല് കാക്ക കല്ലും കൊണ്ട് എറിയട്ടെ. എമ്മാതിരി എറിച്ചില്ല പറഞ്ഞോട്ടാ. തെറ്റീത് അവരെടുക്കണമെന്ന്. ബാബന്നാരി അമ്മ എടുക്കവാ, അമ്മ എടുക്ക. ഓട് നോക്ക്, നോക്കി നോക്ക് ഓടുന്നു. പൊന്നാരി അവിടെ പോയി കഴിഞ്ഞാ അവിടെ ആരെയും കണ്ടില്ല, ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ അതാ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടാ. കുട്ടീനെ നോക്കേ. അവൻ്റെ പിന്നാലെ ഓടിയിട്ട് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഉച്ചയ്ക്ക് അവനൊന്ന് ഉറങ്ങണ സമയമാണ് കേട്ടോ. നമുക്കൊന്ന് വെറുതെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇല്ല പറഞ്ഞാൽ ഇതാ വരുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിക്ക് പിന്നെ ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഒന്നും ആയിട്ടില്ല. അങ്ങനെയുള്ള പാട് തന്നെയാണ്. പിന്നെ പണിക്കാരൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അവിടെ ഇങ്ങനെ മതിൽ അല്ലേ, അവിടെ ഇങ്ങനെ JCB നിന്നിട്ട് ഇവിടെ ഇടിഞ്ഞു. പിന്നെ ആദ്യം ഈ ഭാഗം കെട്ടിയിട്ട് ഇങ്ങനെ ടൈറ്റാക്കി നിർത്തണം. അവിടെയാണ് ബാക്കി എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ വന്ന് അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മോശമല്ലേ. നമ്മുടെ ഉമ്മർത്ത് വന്ന് മോശമല്ല, എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ആയി കഴിഞ്ഞു വെച്ചാലേ പിന്നെ നമ്മൾ കാണണ്ടേ, നമ്മളതിനെ കാണണ്ടേ. അപ്പോൾ കല്ല് ഏൽപ്പിച്ചിട്ട് കല്ല് വന്നിട്ടില്ല കേട്ടോ. നമ്മളിത് വിചാരിക്കാത്ത കാര്യമാണ്. അതാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കാത്ത കാര്യമാണ് കേട്ടോ ഈ മതിൽ പണി. പിന്നെ ഒരു ഉപകാരമുണ്ട്. എന്താണെന്നറിയോ, കുറച്ച് കല്ലെടുത്ത് കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ കിണറൊന്ന് കുറച്ച് കെട്ടും വേണം. അപ്പോൾ ഈ പൊന്നൂസിന് നമുക്ക് ഭയങ്കര പേടിയാണേനും. അപ്പം
അധികം വന്നപ്പോഴേക്ക്. അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഇപ്പോൾ നടക്കില്ല. ഇതിന് തന്നെ കുറച്ച് കൂടുതൽ 500 കല്ലിന് പൈസ എത്ര? അത് എന്താ പോയല്ലോ അന്നാ കെട്ടാൻ സിമെന്റ് വേണം, പണിക്കൂലി വേണം, പാറപ്പൊടി വേണം. എന്താ നമ്മുടെ കണക്കൂട്ടിലൊക്കെ തെറ്റി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ തെറ്റിയിട്ട് അതിങ്ങനെ വിചാരിച്ചില്ല. അല്ല എല്ലാവരും പറഞ്ഞിരുന്നു ഇതാണ്ടോ ഇതൊക്കെ വിണ്ട് നിൽക്കുന്നുണ്ട് ഇവിടുത്തെയൊക്കെ മണ്ണൊക്കെ. ഓ കണ്ടോ കല്ലെടുത്തെറിയുന്നത്. അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ ഞാനതന്നെ പറയണത് എന്തെങ്കിലും ആഗ്രഹിക്കുക വിപരീതമായിട്ടേ കിട്ടുള്ളൂ. ചെയ്യണമായിരുന്നു എന്തായാലും. പക്ഷെ അത് പെട്ടെന്ന് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. മെല്ലെ മെല്ലെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഇത്ര വേഗം ആയില്ല കേട്ടാ. എന്താ വിളി കേട്ടിട്ട് ആരും കാണാനില്ലല്ലോ. അതാ കോഴിയല്ലല്ലോ വന്ന്, പൊന്നുവല്ലോ വന്ന്. പൊന്നു തന്നെ വന്ന് അവിടെ അല്ലെങ്കിൽ ഞാൻ നോക്കേണ്ടി വരും. തിന്നോളൂ. കാരണം അവരെ വന്ന് തിന്നോ. പൊന്നുവനെടുക്ക് അല്ലെങ്കിൽ അതാ എടുക്കെടുക്ക്. തിന്നോട്ടെ ഒന്ന് മാറി. മറ്റൊരു കൂട്ടിലല്ലേ ഇതാ. വേണ്ട 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 ഒന്നിവിടെ വായേ നിങ്ങളെ കണ്ടിട്ടാണേ. അതാ കോഴി വരാൻ സമ്മതിക്കില്ല. കോഴീനെ ആട്ടുകയാണേ. അയ്യോ ഇപ്പം കോഴികൾക്ക് തിന്നാൻ കൊടുക്കുക. അതാ ഞാൻ അറിയാതെ ഇട്ടോ നിലത്തിട്ട് കൊടുത്ത് എന്താ തിന്നാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ അതിനെ ആട്ടിയിട്ടേ അപ്പോൾ തിന്നാനേ പറ്റില്ല. നമ്മുടെ കോഴി 2 എന്താ മുട്ട വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. പിന്നെ ഒന്നിൽ ഒരു 6-8 കുട്ടികളുണ്ടായിട്ടുണ്ട്. അവരെ പുറത്തിറക്കിയിട്ടില്ല. അപ്പോൾ അത് കുറച്ച് വലുതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തിറക്കാതിരുന്നതാണ് കേട്ടോ. ഇനി ഇവർ തീറ്റ ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ ഇവർ തിന്നിട്ട് പോകും. കണ്ടോ എനിക്ക് 40-45 കോഴിയുടെ മുകളിലുണ്ടായിരുന്നതാണ് കേട്ടോ. കുറേ എണ്ണം കുറച്ച് നമ്മൾ കൊടുത്തു കേട്ടോ കോഴി. പക്ഷേ കുറേ ഈ കുറുക്കനോ എന്തൊക്കെയോ പൊളിച്ചിട്ട് അങ്ങനെ പോയി. ഇപ്പം ദാ വിരിച്ച് രണ്ടാമത്. എന്നിട്ട് പിന്നെ കുറേ കോഴീനെ നോക്കിയിട്ട് ഉണ്ടാവണേ ഇല്ല. എന്താ ഇപ്പോൾ മുട്ട ഇതായി. കോഴിക്ക് തിന്നയക്കണ്ടേ. ഓ കാല് വേദനിക്കുമ്പോ ചേച്ചിക്ക് കാല് വിവേദനിക്കുമ്പോ അനിയ എടുത്തും കൊണ്ട് നടക്കണത്. ആ ഇവൾക്ക് വെക്കാൻ നോക്കിക്കാ. പൊന്നൂസ് വാശി പിടിക്കണു. നീ കൊണ്ടുപോ അങ്ങനെ. കാലുകൊണ്ട് വയ്യാതാളിതാ വന്നിക്കണു. ഇപ്പൊ കാലിന് വയ്യായ മാറി കണക്ക്. സുകന്യേ അതിനെടുത്തോ ഞാൻ ചെയ്യാ. 6 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ സമയം. പക്ഷെ എത്രയൊക്കെ ആയ പോലെ തോന്നുന്നുണ്ടോ. ഇടി വെട്ടുന്നുണ്ട് കേട്ടോ. മഴ ഇനി നന്നായുള്ളൂ മഴ പെയ്താൽ. ചപ്പൊക്കെ അടിച്ച് ഒത്തിച്ച് കഴിഞ്ഞില്ലേ. ഇല്ലെങ്കിൽ അത് അവിടെയും ഇവിടെയായിട്ട് ഇനിയൊരു ബുദ്ധിമുട്ട്. എൻ്റെ അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കത്താനും ബുദ്ധിമുട്ടല്ലേ. പിന്നെന്താ ഇത് നമ്മളെത്ര അടിച്ച് വൃത്തിയാക്കിയിട്ടാലും ഇല്ലേ നമ്മുടെ ഈ വീടിൻ്റെ 4 ഭാഗം നിറച്ച് മരങ്ങളുള്ളൂ കേട്ടോ. ഇവിടെ അപ്പുറമൊന്നുമില്ല. അതുകൊണ്ട് നിറയെ കുപ്പുണ്ടാവും. പൊന്നു കളിക്കണമൊക്കെ ഇപ്പോൾ ചകിരിയെ കൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊരു കവർ ഇട്ടേ കേട്ടോ. മഴ പെയ്തില്ല പറഞ്ഞിട്ട് നമ്മൾ വിടർത്തിയിട്ടതാണ് ഇവിടെ. രാത്രി മറ്റും മഴ പെയ്താലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ. എൻ്റെ പൊന്നൂസിൻ്റെ പണിയാണ് കേട്ടോ. ഞാനിവിടെ ചകിരി ഇതേപോലെ ഇടുമ്പോഴേക്കും പൊന്നു വന്നിട്ട് അവിടെ ഉള്ളതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വലിച്ചു വാരിയിടും. പുതിയ വീട്ടിൻ്റെ ഉള്ളിലാണ് കുറേ സംഭവങ്ങൾ ഇരിക്കുന്നത്. ചാക്കുകൾ കേട്ടോ. അത് പോയി കൊണ്ടുവരണം. അയ്യോ പൊന്നു ഇപ്പോൾ ഭയങ്കര വാശിയാണേ. നമ്മൾ വിചാരിക്കണ പോലെയല്ല. എന്തോ ഒരു വാശി വെച്ചിട്ടാ. അപ്പോൾ എന്താ അവന് എന്തോ സുകന്യക്ക് ജലദോഷം എന്തൊക്കെ ആയിരുന്നില്ലേ. അപ്പോൾ അവളുടെ മാറി അവന് അതിൻ്റെ ക്ഷീണമുണ്ട് തോന്നുന്നുണ്ട്. ഭയങ്കര വാശി പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കണില്ല. എടി അതിനെ പേടിക്ക് പണ്ണേ. അവളാണെങ്കിലോ പൊന്നൂസ് കടിച്ചു പോകുന്നു സുകന്യനെ. അവർ വിചാരിച്ച് നടന്നിട്ടില്ലെങ്കിലേ അവൻ കടിക്കും. മറ്റേതെന്താണെന്നറിയോ, അമ്മ ഉള്ളപ്പോൾ അവൻ്റെ പിന്നാലെ അമ്മ നടക്കില്ലേ. എന്താ ഒരു വാശി അവനെ കൊണ്ട് ഒരു കുറുമ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അമ്മ
എന്താ ഇവിടെ ഇല്ലല്ലോ. അവരുടെ ഇഷ്ടത്തിന് തന്നെ ഒപ്പം നടക്കാൻ ഒരാളുണ്ടായിരുന്നു. ആ തീപ്പെട്ടി ഇതാ വിളക്ക് വെക്കാൻ. അപ്പം അവരുടെ ഇഷ്ടത്തിന് നിൽക്കല്ലേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുട്ടിക്ക് ഭയങ്കര വാശി. ഒരു കണ്ണട വെച്ച ചെക്കനെ കണ്ടോ, ഒരു കണ്ണട വെച്ച ചെക്കനെ കണ്ടോ. വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. വിളക്ക് വെക്കുന്നത് എന്താ നാമം ചൊല്ലണം കാണിക്കാതിരുന്നത് എന്താണെന്നറിയോ, പൊന്നു ആ സമയത്താണ് ഭയങ്കര കരയുന്ന സമയത്തിന് നാമം ചൊല്ലുമ്പോഴേ അത് കാണിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അവൻ്റെ കരച്ചിൽ കുട്ടികൾ കുറച്ച് ഇരുന്നിട്ട് വേഗം വന്നു അല്ലേ. ഇനി പഠിക്കാൻ നോക്ക്. കണ്ണടയൊക്കെ വെച്ചിട്ട് കണ്ടോ. എത്ര നേരമായി വാശി പിടിക്കുന്നത്. വാശി ഞാൻ എടുക്കാൻ പോയി കഴിഞ്ഞാച്ചല്ലേ അവൻ ആരാണ് എടുക്കണമെന്ന് വിചാരിച്ച് അവനെ എടുക്കണം. അല്ലാതെ പറ്റിയില്ല കേട്ടോ. ഞാൻ എടുക്കാൻ പോകുമ്പോഴേക്ക് ഓടി റൂമിൻ്റെ ഉള്ളിലേക്ക് ഓടി പോവാ. എത്ര വാശി ഉണ്ടാവില്ല. ഇപ്പൊ പൊന്നൂസിന് ഭയങ്കര വാശിയായി. രാവിലേക്ക് കുട്ടികൾക്ക് എന്താ ചോദിക്കണോ, രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ കൂർക്കപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടേ അത് നേരത്തെ നേരേക്ക് കഴിഞ്ഞാലാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഇവിടെ കൂർക്ക കൊണ്ടുവരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂർക്ക തന്നെയും അധികം. കുറച്ച് കഴിയുമ്പോഴേക്ക് ചോറും കൂടിയും കൂർക്കയിലാവും കേട്ടോ. അങ്ങനെയൊക്കെ ഒരു ശീലമുണ്ട് ഞങ്ങൾക്ക്. കൂർക്ക അത്രയ്ക്ക് ഇഷ്ടമാണ്. സാധാരണ നമ്മൾ കൂർക്കയൊക്കെ അച്ഛൻ ഉണ്ടാക്കുന്ന സമയത്താണ് അങ്ങനെ എല്ലാ കറി, ഉപ്പേരി, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തെങ്കിലും ഒരു കറി, ഇനി മീൻ വാങ്ങി അതിലും കൂടി ചിലപ്പോൾ കൂർക്ക ഇട്ട് നോക്കി വെക്കും. അങ്ങനെയായിരുന്നു. ഇപ്പോൾ കൂർക്ക നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് തന്നെ വേണ്ടേ. പക്ഷെ 1.5 കിലോ 100 കേട്ടോ. അപ്പോൾ കൂർക്ക വില കമ്മിയാണ്. അതാ തുടക്കത്തിൽ തന്നെ വില ഉണ്ടാവും, പിന്നെ വിലയൊന്നും ഉണ്ടാവില്ല. 3 കിലോനൊക്കെ ചിലപ്പോൾ വാങ്ങിയിട്ട് വരും. ഇത് കുഞ്ഞിതൊക്കെ ഇത് എത്ര പോകുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നേരെയൊക്കെ നല്ല തുടക്കത്തിൽ നല്ല രസമാണ്. അതിന് ആദ്യം കിട്ടുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും, പിന്നെ ആകുമ്പോഴേക്കാണ് ചടയ്ക്കും. സത്യം അത്രയ്ക്ക് കൂർക്ക വാങ്ങാൻ പാടില്ല. എന്താ വെച്ചത്? അയ്യോ അത് തൊപ്പിയാണത്. എന്ത് പോയി പഠിക്കും. അതെ തൊപ്പിയൊക്കെ കളിച്ചാൽ മതി. പോയിട്ട് ബുക്ക് മതി. ഞാനിപ്പോ വരപ്പോ എന്തേന്നിപ്പോ ആ കുട്ടിക്ക് ഇത്ര വാശി പറ്റിയത് ദൈവേ. നല്ല കാറ്റൊക്കെ വീശുന്നില്ല. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. കാറ്റും ഉണ്ട്, ഇടിമരളിച്ചുണ്ട്, ചെറിയ കാറ്റും ഇടി വെട്ടണുണ്ടേ. ഇപ്പം ഇവിടെ വൈകുന്നേരം പറഞ്ഞ ഇപ്പൊ കറണ്ടും പോയാൽ നന്നാവും. തുണികളൊക്കെ ഇഷ്ടം പോലെ പുറത്തുള്ളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മഴയുണ്ട്. അവിടെ സൗണ്ട് ഒക്കെ നോക്കി നല്ല മഴയുണ്ട്. കണ്ടോ ഇടി വെട്ടണണ്ട? കണ്ടോ ഇടി വെട്ടണണ്ട? ഫ്രിഡ്ജിന്റെ ഒക്കെ വയറുകൾ ഊരിയിടുക. ഫ്രിഡ്ജിന്റെ വയർ ഊരിയിട്. ടിവിയുടെ വയറ് മക്കളെ പോയി പഠിക്കും മക്കളെ. അമ്മ ഇത് നേരേക്കാണ്. നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോവാനേ. രാവിലെ പൊന്നൂസും വാശി പിടിച്ചാ ഒന്നും നടക്കില്ല. അപ്പൊ നല്ല കാറ്റ് വീശുണ്ട് കേട്ടോ. ഗംഭീരത്തിലാണല്ലോ ദേവേ. ഗംഭീരത്തിലാണല്ലോ അറിയാ. ഇനിയിപ്പോ പുറത്തുനിന്ന് ചോറ് ചെമ്പൊക്കെ എടുത്തിട്ട് ഉള്ളിക്ക് വെക്കേണ്ടി വരുമോ? സമയം ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും നല്ല ഇരുട്ടിയിലോന്ന് വിചാരിക്കണ്ടാവും. സമയം 7 മണിയും കൂടി ആയിട്ടില്ല കേട്ടോ. കണ്ണാടി കൊള്ളുവോ? മഴ പെയ്യട്ടെ, മദളം കൊത്തട്ടെ. മഴ പെയ്യണു, മദളം കൊട്ടണു. ഇത് അച്ചുട്ടി കണ്ടിട്ടില്ല കേട്ടോ. അപ്പൂ മഴ വരുന്നുണ്ട് കേട്ടോ. അമ്മൂട്ടി പേച്ചണ്ടോ, ഇടി വെട്ടുമ്പോ പേച്ചണ്ടോ അമ്മൂട്ടി. അവനെ ഇടി അമ്മേ നല്ല എന്താ ഇടിവാള്. MGR ആണ് നീ. അതെന്താ MGR പറഞ്ഞെന്താ? അറിയില്ല. അത് കണ്ണടയൊക്കെ ഇട്ടിട്ട് ഒരാളാണേ. തുണി ഇതാ മടക്കി വെക്കാനുള്ള തുണി മടക്കി വെച്ചൊന്നും കാര്യമില്ല. ആ തുണിയുടെ കൂടെ എന്തെങ്ങനെ ഉറുമ്പ് വരുന്നു. ഞാനൊന്ന് ഷർട്ട് ഇട്ടിട്ട് പോയിട്ടില്ലേ, അതെ അതിനുള്ള ഉറുമ്പ് കയറി കൂടിയിട്ടില്ലേ. ഞങ്ങൾക്ക് 2 പേർക്കും കൊട്ടല്ല കേട്ടോ. മക്കൾക്ക് കൊട്ട വാങ്ങി കൊടുത്തൊക്കെയാണ് തുണികളൊക്കെ ഇടാന്. അപ്പൊ കൊട്ടയിലല്ല, എന്റെ ഷർട്ടിലാ വന്നത്. ഏട്ടന്റെ ഷർട്ട് ഇല്ലേ,
ആങ്കറിൽ ഇങ്ങനെ തൂക്കിയൊക്കെയല്ലേ ചുമരില്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ കടല വാങ്ങിക്കൊണ്ടല്ലേ നിർത്തിയാൽ മതി. കടല വാങ്ങിക്കൊണ്ടിട്ടൊന്നുമില്ല, റൂമിൽ എന്താണ് കടല അവിടെ എന്തോ ചെറിയ ചെറിയ ഉറുമ്പോട്ടോ, നല്ല രസമുണ്ട് കടി, നല്ല കടിയുണ്ട് കേട്ടോ. എന്റെ കുട്ടീനെ ഒന്ന് കണ്ടോ സ്കൂളിൽ പോയിട്ട് കുട്ടികൾ ഇതായിട്ട് എൻ്റെ കുട്ടിയുടെ അവിടെ കണ്ടോ, സങ്കടം വന്നിട്ട് വയ്യ. കണ്ടോ, ഓടി കളിക്കരുത് കേട്ടോ മക്കളെ, ചെറിയ കുട്ടികൾ ഏത് മക്കളായാലും ഓടി കളിക്കരുത്. ഓടി കളിച്ച് എവിടെയെങ്കിലൊക്കെ വീണ് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തെങ്കിലും. അതൊക്കെ ഉണ്ടാവും, ചെറിയ മക്കളല്ലേ. ചെറിയ മക്കൾ തന്നെയാണ്, നമുക്ക് പേടിയാണ് കേട്ടാ. എനിക്ക് ഭയങ്കര പേടിയാട്ടോ കുട്ടികളുടെ കാര്യത്തിൽ. ആരോ ഓടി വന്നിട്ട് കാട്ടിയതാണ്. അപ്പോൾ അതാ തുണികൾ മടക്കി വയ്ക്കട്ടെ. സമയം 6:45 കാണിച്ചു കൊടുക്കട്ടെ. 6:45 ഇപ്പം കണ്ടു കഴിഞ്ഞു വെച്ചാൽ സമയം ഒരു 8-8:30 ആയേ പോലെ ഇല്ലേ, തോന്നണില്ലേ? പക്ഷെ 6:45 ഉള്ളൂ സമയം. നീ ഒക്കെ മറ്റവരൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട്, എല്ലാവരും പഠിക്കുകയാണ്. കുഞ്ഞുണ്ണി പൊക്ക പൊന്നൂസ് ആശുപത്രി കൊണ്ടിട്ടല്ലോ ഡോക്ടറെ കാണിച്ചിട്ട്. ഞാൻ വരണോ? വേണമെങ്കിൽ വന്നോ. ചോറെടുപ്പത്തല്ലേ ഞാൻ. എന്താ വാങ്ങി തരിക? ഒന്നും വാങ്ങി തരില്ല. ഈ മഴയത്ത് ഞാനില്ലാന്ന്. ഞാൻ കുട്ടീനോട് ക്ലിനിക്കിലേക്ക് പോകുന്നത്. വേണമെങ്കിൽ 4 പാരസെറ്റമോൾ അധികം വാങ്ങി തരാം. വേണോ? വേണമെങ്കിൽ വാങ്ങി തരാം, ഒരു മടിയിൽ. എന്താ വെച്ചോ? ഞാനൊരു കാര്യം പറയട്ടെ ഏട്ടൻ്റെ അടുത്ത്. ഞാനൊരു കാര്യം പറയട്ടെ, പാരസെറ്റമോൾ അല്ലാണ്ട് എന്തെങ്കിലും വാങ്ങി തരുമോ? ചായ തട്ടുകടയിൽ നിന്ന് ചായയും പരിപ്പൊടിയും. തട്ടുകടയില്ല കേട്ടോ, അതും കൊണ്ടുവരാൻ. ഇവിടെ ഇരുന്ന ഞാനിപ്പോ പോയിട്ട് വരാം. മഴ പെയ്യുമ്പോഴേക്കും പോയിട്ട് വരട്ടെ. മഴ വരുമ്പോഴേക്കും പോയിട്ട് വരണോ? ചോറ് ഇതാ വെന്തിട്ടില്ല. ചോറ് വെന്തിട്ടില്ല കേട്ടോ. അതാ സുഗന്യ ചോറ് വെന്തിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ഇതാ പൊന്നൂസിന്റെ വാശി കണ്ടില്ലേ, അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. പെയ്തു. നമ്മളെ പേടിച്ചത് പോലെ സംഭവിച്ചു. കുഞ്ഞിന് സന്തോഷമായി. പഠിക്കണ്ട അച്ചുട്ടിക്ക് ഇനി എപ്പോ വരുമോ ഒന്നും അറിയില്ല. എനിക്കാണ് പറഞ്ഞാലില്ലേ, ഇരുട്ടത്ത് പുറത്തിറങ്ങണമെങ്കിൽ ഒരാളുടെ സഹായം ഇല്ലാതെ ഞാൻ പുറത്തിറങ്ങില്ല. വേണ്ട, ഇവിടെ ഇരുന്നോ, എവിടേക്ക് എന്തിനാ പുറത്തേക്ക് ഇറങ്ങുന്നത്? റൂമിന്റെ ഉള്ളിൽ ഇരിക്കണം, അതുപോലെ ഇരുന്നോ. സൂര്യ അവിടെ വേറെ തിരക്കില്ല. അമ്മോ, ഏട്ടന്റെ കുട്ടിക്ക് എന്താ ദേഷ്യം? കുട്ടി പണക്കത്തില്ല. ഏട്ടന്റെ കുട്ടി എന്താ തെറ്റിക്കണേ? സുകന്യക്ക് എട്ടങ്ങാറാവുണ്ട് കേട്ടോ. അവളുടെ ഒരു കാര്യം നടക്കണില്ലേ, അവൾക്കൊന്ന് കുളിക്കാൻ പറ്റണില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യായിരിക്കില്ലേ, അതിൻ്റെ ഇടയിൽ എടുത്തു കഴിഞ്ഞാൽ കുട്ടിയാണ് പറഞ്ഞ കുട്ടിയുടെ പിന്നാലെ ഓടണം. എന്താ കുട്ടി ഒന്നും കാണില്ല കേട്ടോ. ഓ എന്താ കാണിക്കണേ? ഒരു കൈ കൊണ്ട് സുകന്യയുടെ ആംപ്ലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി പോലെയാണ്. എന്താ റൗണ്ടിലാക്കിയിരുന്നത്, പൊട്ടിക്കാനെടുക്കണം. അതാണ് സുകന്യയുടെ ചാലഞ്ചാണ്. എന്താ ക്രിക്കറ്റ് കളിക്കുമ്പല്ലേ എന്താ ബോള് നേരെ വരുന്ന പോലെയാണ്. ചില കാര്യങ്ങളിൽ സുകന്യല്ലേ പുലിയാണ് കേട്ടോ. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. സുകന്യ എവിടെ പൊട്ടാണത്, നീ മടച്ചിട്ടില്ലേ? ഇത് ആലോചിക്കുമ്പോഴാണ്. മക്കളെ വരും ചോറിന്. നമുക്കത് ആദ്യം ചെയ്ത പോരാണല്ലേ മുറുക്കല്. എന്റെ കുട്ടിയെ, അതപ്പോ അത് മുറിച്ചിട്ടുണ്ടെങ്കിൽ മറിച്ചിട്ട് ചെയ്യും. കുഞ്ഞിനും കുഞ്ഞുണ്ണിക്കും കൊടുത്താൽ മതി. അവർക്ക് ഇതാ ഏട്ടൻ എന്തോ ഒരു സാധനം കൊണ്ടിട്ടുണ്ട്. എന്താ കൊണ്ടുവന്ന്? എന്താണ് ഇവിടെ പിന്നിൽ തല്ലു കൂട്ടുന്നത്? 2 ഉണ്ടാക്കി. ഒന്ന് മുറിച്ചോ. ആ കത്തിയെടുത്താണ് മുറുക്കി. മടാല് വേണോ? വേണ്ട മടാല് വേണ്ട. അത്ര ആംപ്ലേറ്റ് മുറിക്കാൻ പോയന്മാര് മുറിയുണ്ട്. എന്ത് എന്താണ്
തരാം തരാം. പാത്രത്തേക്ക് ആക്കണ്ടേ? പാത്രത്തേക്ക് ആക്കുക. എന്താ കുഞ്ഞുണ്ണിയെ? ഉള്ളിയൊക്കെ ഉണ്ട് ഇതില്. ഓ തരാം. ഓ ഉള്ളിയൊക്കെ കൊടുക്കുമ്പോൾ അച്ചു വാ. അച്ചു അവിടെ ഉണ്ട്. അച്ചു ഇവിടെ ഉണ്ട്. ഉരുള ഇതാണ്ടോ ഇത് പാർസൽ വാങ്ങിയത് കൊണ്ട് ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അച്ചാറ് പോലെ തൊട്ട് നക്കുള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാവർക്കും വേണ്ടേ? എന്നാ കുഞ്ഞതാ കഴിച്ചോ? ഒന്നറിയാണ്ട് അപ്പോഴേക്ക് സുകന്യ ആംപ്ലേറ്റ് ഉണ്ടാക്കി. എന്നാ മുട്ട കൊടുക്ക്. ആ വേണ്ടേ? എന്തിനാ പൊന്നിരിക്കണ്? മുട്ടി കൊടുക്ക്. അവൻ കഴിക്കെടുത്തു. ഞാനിപ്പോ ഒന്നുമില്ലല്ലോ പറഞ്ഞിട്ട് പോയിട്ട് വാങ്ങിട്ട് വന്നു. അപ്പോഴേക്ക് നീ ഇത് മുട്ട വറുത്താലോ? എന്നാ കുഞ്ഞുണ്ണി നന്നായി. എന്തായാലും കഴിക്കട്ടെ, മക്കള് കഴിക്കട്ടെ. ഉള്ളതൊക്കെ ബിരെടുത്തിട്ട് പോയി. എന്തിനാ എന്റെ കുട്ടി കരയണ്? എന്തിനാ എന്റെ കുട്ടി കരയണ്? എല്ലാവരും നമുക്ക് കഴിക്കെടുത്താലോ? മഴ ആയതും കൊണ്ടേ കുറച്ച് ചോറ് ചെറിയൊരു ചൂടായാലും കുഴപ്പമില്ല കേട്ടോ. മഴ ഇല്ലാത്ത സമയത്താണോ വെച്ചാൽ ചൂടാണോ എന്ന് വെച്ചാൽ പറയും ഇതെന്താ അത് ഇങ്ങനെ ചുട്ടിട്ട് എങ്ങനെ ഇത് കഴിക്കുക അറിയും. അല്ലെങ്കിൽ ഒരു ഇളം ചൂടൊക്കെ പറ്റും. ചോറ് എന്തേ കുറച്ചല്ല കൂടുതൽ വയറ് നിറച്ച് കഴിക്കണം. എന്താ കൂർക്കക്കൂട്ടാൻ കണ്ടോ? കൂർക്കക്കൂട്ടാൻ കേട്ടോ ഇരിക്കണ. കണ്ടില്ലേ? ഇതാണ്ടോ ഞാൻ വെറുതെ വെറുതെ ഇങ്ങനെ കൂട്ടം കൂടിയതാണ് കേട്ടോ. എന്താണെന്നറിയോ? ബീഫ് കഴിക്കാൻ തോന്നിയിട്ട് അപ്പൊക്ക് ഏട്ടൻ പോയി കൊണ്ടുവരുന്നത് ഞാൻ വിചാരിച്ചില്ല. അല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് മാസങ്ങളായി. ഒരു മാസം കഴിഞ്ഞില്ലേ? റാഗിയും കൊണ്ട് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തടി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പം ഇന്ന് ഇത് കൊണ്ടുവന്നപ്പോൾ കുറച്ച് ചോറുണ്ടാ വിചാരിച്ചു അല്ലേ. അപ്പോൾ നേരത്തെ ചോറുണ്ട് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് എന്തായാലും ഞങ്ങൾ കിടക്കുമ്പോഴേക്കും 12 മണിയൊക്കെ കഴിയും കേട്ടോ. കിച്ചൂട്ടിന് കൂർക്ക വേണ്ട? എന്ത് ഒരു കൂട്ടം മതിയോ? നല്ല ടേസ്റ്റ് കൂർക്ക. എന്തേന്? ഓ ചോറിട്ട് തരാലോ. പിന്നെ ഈ ഒരു സ്പൂൺ ചോറ് എന്നിട്ട് എന്താ മതിയോ? ചാച്ച് അനിയന് കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ. അവള് എന്താ കുട്ടീനെ ഉറക്കല്ലേ, വാശി കണ്ടില്ലേ അവൻ്റെ. അപ്പം സുകന്യക്കുള്ള ചോറ് വിളമ്പിച്ചിട്ടുണ്ട്. എനിക്ക് കുറവ്, ഏട്ടനൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് മതി. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അസുഖങ്ങളില്ലാതിരിക്കട്ടെ. ഉണ്ടോ കൂർക്ക? അപ്പം എവിടെ ഇരിക്കണേ? താഴത്തോ? അപ്പോൾ നമ്മൾ എന്താ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കഴിക്കട്ടെ. എന്താ പാത്രങ്ങളെ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി പാത്രം കഴുകാനൊക്കെ കഴുകട്ടെ കേട്ടോ. അച്ചുട്ടി ഫ്രിഡ്ജിലൊരു പാത്രം വെള്ളം വെച്ചോ. രാവിലെ പണിക്ക് ചാച്ചൻ പോകുമ്പോഴേക്കും വെള്ളം. അത് പാലാക്കട കുപ്പിയാ. കഴിഞ്ഞു, കുറച്ചും കൂടി വൈകുന്നേരം ആവുമ്പോഴേക്കും. എന്താണ് എനിക്ക് രാത്രിയിലേ പുറത്തിങ്ങനെ വരുമ്പോൾ ഭയങ്കര പേടിയാട്ടോ. പുറത്ത് വരിക പറഞ്ഞു വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴേ നല്ല കാടല്ലേ, ഭയങ്കര പേടിയാണ്. ചുറ്റും കാടാണ്. അപ്പോൾ ഭയങ്കര പേടി. ചില സമയത്ത് അത് കാട് തന്നെയാണ് കേട്ടോ. പന്നികളില്ലേ ദീനെ വന്നിട്ടേ ഇങ്ങനെ ചപ്പിലേന്ന് ചാടി കുശലന്വേഷണം പോവല്ല. അതിന്റെ സൗണ്ട് കേൾക്കുമ്പോ പേടിയാണേ. എന്താ ഏട്ടാ പറയണത്? കനാലിന്റെ അപ്പുറത്ത് കൂടെ പന്നികൾ പോയാലല്ലേ ഏതെങ്കിലും വെള്ളിയാഴ്ച അതിൽ കൂടെ പോകണ്ടാവും. വെള്ളിയാഴ്ചയൊന്നും അല്ല കേട്ടോ. പേടിച്ച് പെട്ടിരുന്നാലോ? അതെ, വൈകുന്നേരത്തെ പാത്രം കഴുകാനായിട്ട് ഇറങ്ങാത്തത് കൊണ്ടല്ലേ. എന്നല്ലേ ഏട്ടൻ പാത്രം കഴുകുമ്പോൾ ദിവസം ഞാൻ നിൽക്കുന്നു. ഏട്ടനല്ല ആരും
രാത്രി പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി വെച്ചാൽ എന്താണെന്നറിയോ, രാവിലെ പിന്നെ പാത്രം കുട്ടികൾ പോയാൽ ഇത്രയ്ക്ക് എത്ര പാത്രങ്ങൾ രാവിലെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ പാടെ കഴുകുക. മഴയുള്ള സമയത്ത് കഴുകില്ല കേട്ടോ. മഴയുള്ള സമയത്ത് നമുക്ക് പാത്രം കഴുകാൻ പറ്റില്ല കേട്ടോ, കാരണം ഉള്ളിൽ സൗകര്യമില്ലല്ലോ. അപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ ഒരു വെള്ളത്തിൽ ഒക്കെ എച്ചിലൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും പാത്രങ്ങൾ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കഴുകും. മഴ ഇല്ലാത്ത സമയത്ത് കഴുകും വേഗം. സൂര്യന് കഴിക്കാനോ കഴിഞ്ഞടി? കഴിഞ്ഞില്ല, മെല്ലെ ആസ്വദിച്ച് കഴിച്ചാൽ മതി. ഇതിൻ്റെ ഇടയിലേ പപ്പായ നുറുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ കൂർക്കിയും പപ്പായയും പാടെ ഉപ്പേരിയൊക്കെയാന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ അത് കുട്ടികൾക്ക് കൊണ്ടുപോവുകയും ചെയ്യാമല്ലോ. ഈ പാത്രങ്ങൾ എടുക്കാതെ വെച്ചൊക്കെയായിരുന്നു. അപ്പോൾ ഇപ്പം ഇവിടെ പണിയെടുക്കണ ഏട്ടന്മാർ വന്നപ്പോൾ നമ്മൾ ഈ പാത്രത്തിലാണ് കേട്ടോ അവർക്ക് ചോറ് കൊടുക്കുക. അപ്പോൾ അത് കുട്ടികൾക്ക് അങ്ങനെ താഴെ വീണ പൊട്ടില്ല. വെള്ളത്തിൽ നിൽക്ക്, ഞാൻ കാണിച്ചു തരാം. വേണ്ടോ? താഴേക്ക് വീണ പൊട്ടില്ല കേട്ടോ. അതേ ഇവിടെ പറ്റുള്ളൂ. എന്താ ഇട്ടിട്ട് പൊട്ടിക്കൽ കാണിച്ചു തരില്ല കേട്ടോ. അതേ ഇവിടെ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇല്ലെങ്കിൽ താഴെ വീണ പാത്രമൊക്കെയാണെന്ന് വെച്ചാൽ വേഗം. ഇനി നമുക്കേ ഏട്ടൻ പൊക്കോ, ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. നമ്മുടെ ഒരു ദിവസം ഫുള്ളുള്ള വീഡിയോ കാണിച്ചു കഴിഞ്ഞു വെച്ചാൽ ചിലപ്പോൾ നമ്മൾ എങ്ങനെ പറയുക, എത്ര കമ്മിയാക്കി വെച്ചാൽ ഓരോന്ന് കാണിക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു മണിക്കൂറിൻ്റെ മുകളിലുണ്ടാവില്ലേ. പപ്പു വിളിക്കണു കേട്ടോ, പപ്പു വിളിക്കണോന്ന്. പപ്പുവിന് നമ്മൾ നേരത്തെ കഴിക്കാൻ കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ഇത് കൊണ്ടുവന്നപ്പോഴേ ബീഫിൻ്റെ കൊണ്ടപ്പോൾ അപ്പോഴും കൂട്ടി കൊടുത്തു. അടുക്കള വൃത്തിയാക്കി ഇട്ടാൽ നമുക്ക് രാവിലെ നീച്ച് വരുമ്പോൾ നല്ല സന്തോഷത്തോടെ വരാമല്ലോ അല്ലേ ഏട്ടാ. സോയാബീൻ നോക്ക്, പൊന്നൂസിൻ്റെ പണിയാണത്. എന്താണെന്നറിയോ, ഇങ്ങനെ പൊട്ടിച്ചിടില്ല, കവർ പൊട്ടിക്കില്ല അല്ലേ സുകന്യേ? പൊന്നൂസിൻ്റെ പണിയല്ലേ സോയാബീന് പൊട്ടിക്കൽ. അപ്പം നമ്മുടെ പെൻസിലും പേനയൊക്കെ ഉണ്ടാവും അടുക്കളയിൽ. പൊന്നൂസ് ഇപ്പോൾ ഭയങ്കര കളിയാണ് പൊന്നു. ഇനി എപ്പോഴാണോ കരയുക, ഇതാ പറയുമ്പോഴേക്കും അവൻ എന്താ അടുപ്പാവുകയും ചെയ്യും, ഇതാ പറയുമ്പോഴേക്കും തെറ്റുകയും ചെയ്യും കേട്ടോ. കിച്ചു പാലിപ്പോൾ വരാം. ഇത് വിരിച്ചിട്ട് മതിയോ പാല് തരിക? പാല് രാത്രി കഴിക്കാനുള്ളത്. അപ്പോൾ എന്താ പാല് കൊടുക്കാനുള്ള രണ്ടാളും വന്ന് നിൽക്കണം. പാല് കൊടുക്കുക. അതൊന്ന് വിരിക്കട്ടെ, ഇല്ലെങ്കിലേ കിച്ചൂട്ടനേ അത്രയും നേരം നിൽക്കുള്ളൂ. പായ താഴെ ടൈം ടേബിളിന്റെ പരിപാടി ആ ചടങ്ങും കൂടി ഇപ്പൊ തീർത്തിട്ട് കിടക്കും. എന്നാ പിന്നെ രാവിലെ അത് തുടണ്ടല്ലോ അല്ലേ? എന്താ ഒരു ഐഡിയ. ഇവിടെ ഞങ്ങൾ കിടക്കണം കേട്ടോ. താഴെ പായ വിരിച്ചിട്ട് അപ്പുറത്തെ റൂമിൽ അച്ഛൻ്റെ റൂമിൽ കിടക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അവിടെ കിടക്കില്ല. അപ്പോൾ ഇവിടെ കിടക്കണ ഇവിടെ എങ്ങനെയാണെന്ന് അറിയാം, കുറച്ച് കഴിഞ്ഞിട്ടേ വിരിക്കുള്ളൂ. ഇല്ല പറഞ്ഞാലേ നമ്മുടെ കിച്ചൂട്ടനും കുട്ടികളൊക്കെ അല്ലേ, അവരുടെ ഒന്നും കളി മതിയായിട്ടില്ല. അവർ ഉറങ്ങണ വരെ ഇവിടേക്ക് വരും. അപ്പോൾ നമുക്ക് കുറച്ച് കമൻറ്റ് നോക്കാനും കാര്യങ്ങളൊക്കെ അല്ലേ. ഞാൻ അവിടെ വൈകുന്നേരത്തെ പണി മേലേക്കിട്ട് വരാം. എന്താണ് പാല് വേണ്ടേ? ചെറിയൊരു ചൂടുണ്ട്. അത് ഇനിയിപ്പോൾ ഡോക്ടറെ കണ്ടിട്ടല്ലേ പെട്ടെന്നൊന്ന് അത് ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞതാണ്. ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞിട്ട് ഇന്നിപ്പോൾ അവരുടെ വകയാണ് കേട്ടോ. അവർ വിരിച്ചൊക്കെയാണ് കണ്ടോ. ഞാൻ വരുമ്പോഴേക്കും വിരിച്ചിട്ട് കടന്നേക്കണു. ഞാനേ പോയിട്ട് ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. സുകന്യ രാത്രി മുഖം വൃത്തിയാക്കാനുള്ള ക്രീം തേക്കണേ.
പപ്പായ ജെല്ലി. തേക്ക് ഞാൻ ചോദിച്ചത് എന്താ തോണ്ടിക്കളയാണ്. അവള് ഓൺലൈനിൽ ഒരു ക്രീം വാങ്ങിയിട്ട് രാത്രി തേക്കുമ്പോൾ അവളുടെ മുഖത്ത് ഇപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടാ, അത് ആവശ്യമില്ലാണ്ട് വാരി തേച്ചാൽ ചിലപ്പോൾ പൈസ കൊണ്ട് മാത്രമല്ല കുരു ഉണ്ടാവുന്നു. എനിക്ക് തന്നെ കണ്ടില്ലേ, എന്താ ഒന്നും ചെയ്യാതെ എന്നെ ചെയ്തപ്പോൾ എൻ്റെ മുഖത്ത് മൊത്തം ഇതായി. പിന്നെ എനിക്ക് PCOD പ്രശ്നം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. അതും കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ രാത്രി വരെയുള്ള വിശേഷങ്ങൾ കാണിച്ചു തന്നു കേട്ടോ. കുറച്ചൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്, കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ചൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.